ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്ന് പശ്ചിമേഷ്യയിലുള്ള അമേരിക്കയുടെ 228 സൈനിക സൗകര്യങ്ങളോ യുദ്ധോപകരണങ്ങളോ ഇറാൻ ആക്രമണങ്ങളിൽ തകർന്നു എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹാങ്ങറുകൾ, ബാരക്കുകൾ, ഇന്ധന ഡിപ്പോകൾ, യുദ്ധവിമാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ അടക്കമുള്ളവയാണ് തകർന്നത്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതിലും വളരെ വലുതാണ് ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്കുണ്ടായ നാശനഷ്ടമെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിടുന്നതിന് അമേരിക്കൻ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇറാൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളെ യൂറോപ്യൻ യൂണിയന്റെ ഉപഗ്രഹ സംവിധാനമായ കോപ്പർനിക്കസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് ആധികാരികത ഉറപ്പ് വരുത്തിയ ശേഷം നടത്തിയ വിശകലനമാണ് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുപ്രകാരം മേഖലയിലെ 15 സൈനിക താവളങ്ങളിലായി 215 കെട്ടിടങ്ങൾക്കും 11 യുദ്ധോപകരണങ്ങൾക്കും കേടുപറ്റുകയോ തകരുകയോ ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ആക്രമണങ്ങൾ എല്ലാം കൃത്യതയുള്ളത് ആയിരുന്നുവെന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്താത്ത ആക്രമണങ്ങളെല്ലാം ലക്ഷ്യസ്ഥാനം കണ്ടെന്നും ആ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ഖത്തറിലെ അൽ ഉദയദ് വ്യോമത്താവളത്തിലെ ഒരു ഉപഗ്രഹ ആശയവിനിമയ കേന്ദ്രം, ബഹ്റൈനിലെ റിഫ, ഇസ വ്യോമത്താവളങ്ങളിലെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ ഉപകരണങ്ങൾ, കുവൈത്തിലെ അലി അൽ സലേം വ്യോമത്താവളം, അമേരിക്കൻ 5ാം ഫ്ലീറ്റിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി, ബഹ്റൈനിലെ ചില സംവിധാനങ്ങൾ, കുവൈത്തിലെ ക്യാമ്പ്, ബഹ്റൈനിലെ ഒരു വൈദ്യുത നിലയം എന്നിവയിലും ഇറാന്റെ ആക്രമണം ഉണ്ടായെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു. അതിനിടെ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇറാൻ തീരത്തേക്ക് നീങ്ങിയ ഒരു എണ്ണക്കപ്പലിനെ അമേരിക്കൻ സേന ആക്രമിച്ചതായി റിപ്പോർട്ടുണ്ട്. ഇറാന്റെ പതാകയേന്തിയ MT ഹസ്ന എന്ന കപ്പലിന് നേരെയാണ് ഗൾഫ് ഓഫ് ഒമാനിൽ വെച്ച് US സെൻട്രൽ കമാൻഡ് ആക്രമണം നടത്തിയത്. അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ലംഘിച്ച് ഇറാനിയൻ തുറമുഖത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിനാണ് ഈ നടപടിയെന്ന് US വക്താക്കൾ പറയുന്നു. ബുധനാഴ്ച രാവിലെയാണ് ഈ നാടകീയമായ സൈനിക നീക്കം നടന്നത്. ഉപരോധം മറികടക്കരുതെന്ന് കപ്പലിന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി സെൻട്രൽ കമാൻഡ് അവകാശപ്പെട്ടു. എന്നാൽ ഇത് അവഗണിച്ചതോടെ US വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണിൽ നിന്നും പറന്നുയർന്ന FA-18 സൂപ്പർ ഹോണറ്റ് പോർവിമാനം ഈ കപ്പലിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. കപ്പലിന്റെ എഞ്ചിൻ ഭാഗം ലക്ഷ്യം വെച്ചാണ് അമേരിക്കൻ സേന ആക്രമണം നടത്തിയത്. എഞ്ചിൻ തകർന്നോടെ കപ്പൽ പൂർണ്ണമായും പ്രവർത്തനരഹിതമായി. നിലവിൽ ഈ കപ്പൽ ഇറാൻ തീരത്തേക്ക് നീങ്ങുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ അമേരിക്കയുടേത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് ഇറാൻ പ്രതികരിക്കുന്നു. തങ്ങളുടെ കപ്പലിന് നേരെ നടന്നത് ക്രൂരമായ ഒരു ആക്രമണമാണെന്നും ഇതിനെ കടൽ കൊള്ളയായി മാത്രമേ കാണാൻ കഴിയൂ എന്നും ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി. ഈ സംഭവത്തിന് ശക്തമായ മറുപടി നൽകുമെന്നും ഇറാൻ ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്.